അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതത്തിലെ കുടിയന്മാർക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ഭാരതത്തിൽ ഒരു സ്ത്രീ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ അവരെ പോലീസ് പൊക്കി. കുറേ കാലമായി ഇവർ ഒരു മതത്തിൻ്റെ ഡ്രസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയായിരുന്നു. അവിടെയാണ് പോലീസുകാർ അതിവിദഗ്ധമായിട്ട് പിടിക്കുന്നത്. അതോടുകൂടി പവനായി ശവമായി. അങ്ങനെ ഫർദ നീക്കിയപ്പോൾ ഇതൊരു ഭാരത സ്ത്രീയാണെന്നും ഈ ഭാരതത്തിലെ സ്ത്രീക്ക് സ്പിരിറ്റ് കച്ചവടമാണെന്നും അത് ബോട്ടൽ വഴി കൂടെ, അത് എങ്ങനത്തെ ചെറിയ ചെറിയ പാക്കറ്റ് വഴി കൂടെ ആളുകളിലേക്ക് നല്ല രീതിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് കുടിയന്മാരുണ്ട്. അപ്പം ഈ ഭാഗങ്ങളിലെല്ലാം, ഇത് എനിക്ക് തോന്നുന്നു ബീഹാറോ യു പിയോ ഏതോ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ചും കൂടെ നല്ല ടെക്നോളജി ആയിട്ടായിരുന്നു ഈ കാര്യം ചെയ്തത്. പക്ഷെ എന്താ ചെയ്യുക, അവിടെയും രക്ഷയില്ല. ഭാരത സ്ത്രീയാണെന്നൊന്നും നോക്കിയില്ല, പോലീസുകാർ പൊക്കി. അങ്ങനെ ഒരു ഫർദയുടെ ഉള്ളിലായിരുന്നു ഇവരുടെ കച്ചവടം മൊത്തം. ഫർദ അയച്ചപ്പോഴാണ് ഇതാ ഇത്രയും സാധനം, ഇത്രയും വെയിറ്റ് എങ്ങനെ ഇവർ വെച്ച് നടന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇതുപോലെയുള്ള ക്രിമിനലായ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു മുസ്ലിം മതത്തിലുള്ള സാധാരണപ്പെട്ട ഒരു സഹോദരിക്ക് ഫർദയിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇതും പിടിച്ചിട്ട് ചില മുസ്ലിം വിരോധക്കാർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ മതത്തിനെയും മതത്തിൻ്റെ ഡ്രസ്സിനെയും കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് വെച്ച് മുതലെടുപ്പ് മനസ്സിലായ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഭാരതത്തിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ജീവിക്കുക, എങ്ങനെ ജീവിക്കാൻ പറ്റുക, സാധാരണ വീട്ടമ്മമാരായ ആളുകൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുക? എന്തുകൊണ്ടാണ് ഈ ഭാരതത്തിലെ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്കറിയാമോ? രാജ്യത്ത് തൊഴിലില്ലായ്മ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പണപ്പെരുപ്പം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിനുള്ളത്. പക്ഷെ എങ്കിലും നമ്മൾ ഭാരതത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിശക്തമായി നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതെല്ലാം അതിജീവിക്കും. കാരണം നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. നോക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കേരളത്തിലെ ഇപ്പം മത്സരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റിന് വെറും 2 കൊല്ലം മുന്നേ 28 കോടി രൂപ വരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ. അതിൽ നിന്ന് 2 വർഷം കൊണ്ട് 93 കോടി രൂപ ആയി എന്നുള്ളതാണ് ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഈ 2 വർഷം കൊണ്ട് എങ്ങനെയാണ് ഈ 60 കോടി രൂപ ഉണ്ടാക്കി എന്നുള്ളത് അറിയില്ല. ഈ ടെക്നിക്കൽ ഭാരതത്തിലുള്ള ഓരോ പൗരന്മാർക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ന് ഏതോ രീതിയിൽ വളർന്നു പോയത് തന്നെ. ഓരോ പൗരനും ഇവിടുത്തെ കോടീശ്വരന്മാരായത് തന്നെ. പക്ഷെ ഈ ഒരു ടെക്നോളജി ആ ഒരു പാർട്ടി പ്രസിഡന്റ്, രാജ്യസ്നേഹിയായ ആ ഒരു പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു തരുന്നില്ല. അവിടെയാണ് ഒന്നില്ലെങ്കിലും നമ്മളെ ഭാരതത്തിനെ സ്നേഹിക്കുന്ന ഭാരതീയർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ, അതും ചെയ്യുന്നില്ല. പിന്നെ പാലക്കാട് മത്സരിക്കുന്ന ഒരു സ്ത്രീ, അവർ 700 കോടി രൂപയുടെ പദ്ധതിയാണ് പാലക്കാട് കൊണ്ടുവരുന്നത്. പറയാം എത്ര 700 കോടി രൂപയുടെ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ പാലക്കാട്ടുകാർക്കൊക്കെ വേറെ റേഞ്ചാ. വാളയാർ വഴി കൂടെ തമിഴ്നാട് പ്രത്യേകതരം റൂട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് തമിഴ്നാടും പാലക്കാടും കണക്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ പദ്ധതികളെ കൊണ്ടുവരുന്നത്. കണ്ണാടി, അതുപോലെ തന്നെ പ്യാരി, അങ്ങനെ 2-3 സ്ഥലങ്ങളേക്ക് ഒന്നിക്കണത്ര. കണ്ണാടി ഒരു മുക്കിൽ കിടക്കുന്നത്, പ്യാരി ഒരു മുക്കിൽ കിടക്കുന്നത്, പിന്നെ വേറെ ഒരു സ്ഥലം പറഞ്ഞിരുന്നത്. ഈ 3 സ്ഥലത്തേക്ക് കൂടെ ഒന്നിപ്പിക്കുന്നത് അതെനിക്ക് തീരെ മനസ്സിലായില്ല. എന്തായാലും ഈ പാലക്കാട് സ്ഥാനാർത്ഥി വെളിവില്ലാതെ ഓരോ സ്ഥലത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് ബില്ല് വരെ നമുക്ക് 0 തരുന്നെന്നാണ് പറയുന്നത് പാലക്കാട്ടുകാർക്ക്. എന്തായാലും എന്ത് വില കൊടുത്തും ഈ സ്ത്രീയെ ജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പാലക്കാട്ടിൽ കറണ്ട് ഫ്രീ കിട്ടണം പറഞ്ഞ ചെറിയ കാര്യമാണ് പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ ചാലിച്ച് നോക്ക്, കറണ്ട് ബില്ലിനൊക്കെ എന്തോ ഒരു പൈസയാണ് വാങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ രക്ഷപ്പെടുത്തണം. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടി പോലും കാണില്ല. പാലക്കാട് ജില്ല മൊത്തം ഇവരുടെ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. കോടികൾ ഇറങ്ങിയിരിക്കുന്ന ഫ്ലക്സുകളോ.
ഇത്രയും പൈസ ഇവർക്ക് എവിടെ നിന്ന് വന്നെന്നുള്ളതൊന്നും അറിയില്ല. കുറെ ഓട്ടോ ഡ്രൈവർമാർ കുറച്ച് പൈസ കൊടുക്കുന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് എന്തിനാണെന്നറിയോ? വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ സഹായിച്ചിട്ടാണ് ഈ ഫ്ലക്സും കട്ടൗട്ടറും അതുമൊക്കെ വെച്ച് ചെയ്തത്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിനെയും കോൺഗ്രസിനെയൊക്കെ നോക്കുമ്പോൾ പിഷാരടിയൊക്കെ ഒരു ഓരത്ത് കിടക്കുക ചെറിയൊരു ഫോട്ടോയില്. ആ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഫോട്ടോയും ഫ്ലക്സും കാണുന്നില്ല. ഇവരുടെയൊക്കെ കൂറ്റം ഫ്ലക്സുകളാണ്. ഒരു ഫ്ലക്സിന് തന്നെ എനിക്ക് തോന്നുന്നു 20,000, 30,000, 50,000 ഒക്കെ വരും. അമ്മാതിരി ഫ്ലക്സ് ആയിരക്കണക്ക് പാലക്കാട് ജില്ല മൊത്തം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കൂ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പ്രചരണമാണ്. അത് മാത്രമല്ല മൊബൈലിലൂടെ വരുന്നുണ്ട്. ചേച്ചിക്ക് തന്നെ എല്ലാവരും വോട്ട് കുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഭാരതം വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതത്തിലെ ഇങ്ങനത്തെ സ്ത്രീകളെ നമ്മൾ കാണിച്ചില്ലേ, അങ്ങനത്തെ കളവ് സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക. ഈ സ്ത്രീയെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ.